بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين سيدنا محمد وعلى آله وصحبه أجمعين وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയുടെ തിരുപ്പിറവി കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വൽ ലോകത്താകമാനമുള്ള മുസ്ലിം സമൂഹം ഈ പരിശുദ്ധ മാസത്തോട് പുലർത്തുന്ന ആഭിമുഖ്യം, വൈകാരികമായ പ്രകടനങ്ങൾ പ്രധാനമായും രണ്ട് രീതിയിൽ, തികച്ചും വൈരുദ്ധ്യമായ രണ്ട് അവസ്ഥയിൽ. ഒന്ന്, സ്നേഹത്തിന്റെ, സമർപ്പണത്തിന്റെ, നന്ദിബോധത്തിന്റെ പ്രകാശനങ്ങൾ പ്രകടിപ്പിക്കുന്ന മൗലിദും ബൈത്തും പ്രകീർത്തനവും ആഘോഷങ്ങളുമായി ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനതതി തിരുത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമയോടുള്ള മാനസികമായ അടുപ്പം അവർക്ക് ചരിത്രപരമായി തിരുനബിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അവിടുന്ന് ഭൂജാതരായ മാസത്തോട് പ്രത്യേകമായി ഉണ്ടാകുന്നു. ബുദ്ധിപരമായും ന്യായപരമായും ചരിത്രപരമായും ഒരു സ്വാഭാവികമായ അവസ്ഥയാണത്. അതിലാർക്കും സംശയവും നിഷേധവും ഉണ്ടാകേണ്ട കാര്യം തന്നെയില്ല. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, ഒരു ന്യൂനപക്ഷം ബഹളം വെക്കുകയാണ്, കൂക്കി വിളിക്കുകയാണ്. മൗലിദിനെതിരിൽ, ആഘോഷത്തിനെതിരിൽ, പ്രകീർത്തന സദസ്സുകൾക്കെതിരിൽ, എന്തിനും ശിർക്കാരോപണം, ബിദ്അത്താരോപണം, നരകത്തിലേക്കുള്ള പരിപാടി എന്നാണ് അവരുടെ നിഗമനം. നമുക്കൊന്നേ പറയാനുള്ളൂ, ഓരോ പാത്രത്തിലുമുള്ളതാണ് പുറത്തേക്ക് തികട്ടി വരിക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഈമാനികമായ വിശ്വാസപരമായ അടുപ്പവും വൈകാരികമായ പ്രണയവും ഉള്ളവർ ഏത് സമയത്തും അത് പ്രകാശിപ്പിക്കും. പിന്നെ ചരിത്രപരമായി ബന്ധപ്പെട്ട സമയവും സന്ദർഭവും സ്ഥലവും വരുമ്പോൾ സ്വാഭാവികമാണ് ആ പ്രണയ പ്രകാശനം ശക്തിപ്പെടും. അതാണ് റബീഉൽ അവ്വലിൽ ലോകവിശ്വാസികളിൽ നിന്ന് കാണുന്നത്. തർക്കിക്കേണ്ട ആവശ്യമില്ലല്ലോ. പരിശുദ്ധ റമളാൻ അടുക്കുമ്പോൾ ഈ പറഞ്ഞ വിഭാഗങ്ങൾക്കും അവരെല്ലാവരും റമളാനിന്റെ മാനത്ത് കാണുന്ന അമ്പിളിപ്പിറവ്, പരിശുദ്ധ റമളാനിന്റെ ആദ്യ രാവിൽ മാനത്തുദിക്കുന്ന അമ്പിളിയെ എന്തുമാത്രം വർണ്ണനയോടെയാണ് അവരൊക്കെ പറയുന്നത്. റമളാൻ അടുക്കുമ്പോഴേക്ക് ഒരുക്കങ്ങൾ, റമളാൻ പ്രവേശിക്കുമ്പോൾ ആരാധനാ അനുഷ്ഠാനങ്ങളുടെ നിലവറയായ പുണ്യങ്ങളുടെ പൂക്കാലമായ റമളാനിനോട് ഒരു പ്രത്യേകമായ ആഭിമുഖ്യം ലോക മുസ്ലിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതേ ന്യായം പോരെ വിശുദ്ധ റബീഉൽ അവ്വൽ ഈ റമളാനിന് തന്നെയും നോമ്പിനും നിസ്കാരത്തിനുമൊക്കെ കാരണക്കാരനായി വർത്തിക്കുന്ന സൃഷ്ടാവായ അള്ളാഹുവിന്റെ ഹബീബായ നമ്മുടെ തിരുദൂതരായ ഈ ധർമ്മവും അനുഷ്ഠാനങ്ങളും നമ്മെ പഠിപ്പിച്ച, പരിപാലിപ്പിച്ച, പരിശീലിപ്പിച്ച നേതാവായ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസമാണ്, ജന്മസുദിനമാണ് റബീഉൽ അവ്വലിൽ. ഇരട്ടത്താപ്പ് ആവശ്യമില്ല. ചെറിയ വിശ്വാസവും അനുഷ്ഠാനങ്ങളോട് പ്രതിബദ്ധതയുമുള്ളവർ റമളാനിനെ എതിരേൽക്കുന്നു. മഹബത്ത് എന്ന സ്നേഹവും തിരുനബിയോടുള്ള കടമയും കടപ്പാടും അറിഞ്ഞവർ റമളാനിനെയും സ്വീകരിക്കുന്നു, റബീഉൽ അവ്വലിനെയും സ്വീകരിക്കുന്നു. വലിയ ന്യായങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസക്തമായ സന്ദേശങ്ങൾ സമകാലീന ലോകത്തിന്റെ മുൻപിൽ പറഞ്ഞും പാടിയും അവതരിപ്പിക്കുവാനുള്ള സുന്ദരമായ ഒരു മുഹൂർത്തമാണ് അവിടുത്തെ ജന്മദിനാഘോഷ പരിപാടികൾ. അതിനെ എന്തിനാണ് ഒരു വിഭാഗം എതിർക്കുന്നത്, ആക്ഷേപിക്കുന്നത് എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. പിന്നെ ആധ്യാത്മികമായ ഒരു ചരിത്രബോധം ഉണർന്നാൽ ഒരു വിഭാഗം ഇത് എതിർക്കുന്നതിന്റെ കാരണം മനസ്സിലാകും. അത് പക്ഷേ മൂർച്ചയേറിയ ഒരു ആരോപണമാണ്. ചിലർക്ക് സഹിക്കാൻ കഴിയണമെന്നില്ല. ക്ഷമാപണപൂർവം ചരിത്രത്തെ ഓർക്കുകയാണ്. ഇബ്നു തൈമിയ്യയുടെ പ്രമുഖ ശിഷ്യൻ ഖുർആൻ വ്യാഖ്യാതാവായ ഇമാം ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായത്തു വൻ നിഹായ എന്ന വിഖ്യാതമായ ഗ്രന്ഥത്തിൽ ഇസ്ലാമിക പ്രവാചക ചരിത്രത്തിന്റെ കുലപതിയായ ഇമാം സുഹൈലിയെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട്. വിശ്രുതനായ അൽ ഹാഫിൾ ബഖിയ് ഇബ്നു മഖ്ലദിന്റെ നിവേദക സമാഹാരത്തിൽ നിന്നാണ് ഇമാം ഇബ്നു കസീർ ഇത് ഉദ്ധരിക്കുന്നത്. കുറച്ച് ഗൗരവമുള്ള ആരോപണാണ്, പക്ഷേ സഹിക്കലേ മാർഗുള്ളൂ, അല്ലെങ്കിൽ തിരുത്തുക. ഇബ്ലീസ് എന്ന കുപ്രസിദ്ധൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അന്ന ഇബ്ലീസ് റന്ന അർബഅ റന്നാത്ത്, അള്ളാഹുവിന്റെ കൃപയിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ട, ആട്ടിയിറക്കപ്പെട്ട ഇബ്ലീസ്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയനായ ഇബ്ലീസ് ആകെ 4 തവണ പ്രധാനമായും ഞെട്ടിത്തരിച്ച് വിറയാർന്ന് പ്രതിഷേധം പ്രകടിപ്പിച്ച് അട്ടഹസിച്ചിട്ടുണ്ട്. വിതുമ്പലും സങ്കടവുമായി പ്രതിഷേധപൂർവം ഒച്ച വയ്ക്കുന്നതിനാണ് റന്ന എന്ന് പറയുക. ഇബ്ലീസ് പ്രധാനമായും 4 തവണ ഈ വേദനയുടെ അട്ടഹാസം മുഴക്കിയിട്ടുണ്ട്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായാണ് ഇമാം ഇബ്നു കസീർ ഉദ്ധരിക്കുന്നത്. വേറെയും പല ഗ്രന്ഥങ്ങളിലുമുണ്ട്. 4 തവണ ഇബ്ലീസിന് അട്ടഹാസമായിരുന്നു, കൂക്കുവിളിയായിരുന്നു, പ്രതിഷേധവും വിലാപവും ബഹളവുമായിരുന്നു. അതേതൊക്കെയാണ്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പഠിപ്പിച്ചു. ഒന്ന്, ഹീന ലുഇന, അവൻ ശപിക്കപ്പെട്ട സന്ദർഭം. അതെ, നിയമത്തിന്റെ ആളായിരുന്നു, ഭക്തി ആരാധനകളിൽ മുമ്പിലായിരുന്നു, അറിവുകളിലെ തേരാളിയായിരുന്നു, മലായിക്കത്തിന്റെ കൂടെ വർഷങ്ങളോളം അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ച മഹദ് വ്യക്തിത്വമായിരുന്നു ഇബ്ലീസ്. അത് ഖുർആന്റെ ഭാഷയാണ്. മഹദ് വ്യക്തിത്വം. അന്ന് മലായിക്കത്തിനു പോലും പാഠങ്ങൾ പഠിപ്പിച്ചുവെന്നും ദർസ് നടത്തിയെന്നുമാണ് ഇബ്ലീസിനെ കുറിച്ചുള്ള നാമൊക്കെ പറഞ്ഞു വരുന്ന ഖ്യാതി. ഇബ്ലീസ് എന്ന കുപ്രസിദ്ധൻ, സത്യത്തിന്റെ വിരുദ്ധൻ, നന്മയുടെ ശത്രു, സത്യവിശ്വാസികൾക്ക് എന്നും എപ്പോഴും വിരോധം മാത്രമുള്ള ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി 4 തവണയാണത്രേ അട്ടഹസിച്ച്, വിലപിച്ച്, ബേജാറായി, കൂക്ക് വിളിച്ച്, ബഹളം വെച്ച്, പൊട്ടിക്കരഞ്ഞ് നിലവിളി കൊണ്ടത്. ഒന്ന്, അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയനായി അവൻ, അള്ളാഹു തആല അവനോട് ഫഇന്നക റജീം ഫഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ എന്ന് റബ്ബുൽ ആലമീനായ അള്ളാഹു ഇബ്ലീസിനോട് നേരിട്ട് പറയേണ്ടി വന്നു. ഇബ്ലീസ് നിലവിളിച്ച് ബേജാറായ മറ്റൊരു സന്ദർഭം, വഹീന ഉഹ്ബിത ഇലൽ അർള്, സ്വർഗത്തിൽ നിന്ന് തിരസ്കൃതനായി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ബഹിഷ്കൃതനായി ഭൂമിയിലേക്ക് വരേണ്ടി വന്നു, സ്വർഗം വിടേണ്ടി വന്നു. അപ്പോഴാണ് ഇബ്ലീസ് വല്ലാതെ വെപ്രാളം കൊണ്ടത്. ഇമാം ഇബ്നു കസീർ ഇബ്നു തൈമിയ്യയുടെ ശിഷ്യൻ ഉദ്ധരിക്കുന്നു,
വഹീന വുലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട തിരുദൂതർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായപ്പോൾ. അതെ, ചരിത്രത്തിന്റെ ആവർത്തനമാണ് നടക്കുന്നത്. മൂർച്ചയുള്ള ആക്ഷേപമായി തോന്നാം ചിലർക്ക്, തിരുത്തലേ മാർഗമുള്ളൂ. ഇബ്ലീസ് വിറളി കൊണ്ട മറ്റൊരു സന്ദർഭം വഹീന ഉൻസിലത്തിൽ ഫാത്തിഹ, രക്ഷാമാർഗമായി, രക്ഷാകവചമായി അള്ളാഹു സത്യവിശ്വാസികൾക്ക് നൽകിയ സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചപ്പോഴും. കാരണം സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് ലോകം മുഴുവൻ രക്ഷപ്പെടും, വിശ്വാസികൾ മുഴുവൻ വിമോചിതരാകും. അത് സഹിക്കാൻ കഴിയാത്ത ആളാണ് ഇബ്ലീസ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായപ്പോഴും വിറളി പൂണ്ടു. റന്ന അർബഅ റന്നാത്ത്. ഇത് ചിന്തിക്കാൻ മാത്രമുള്ളതാണ്. അതിന്റെ തുടർച്ചയാണോ പലപ്പോഴും നടക്കുന്നത്? അധിക്ഷേപമല്ല, ചിന്തിക്കണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായപ്പോൾ എന്തേ ഇബ്ലീസിന് രോഷം, പ്രതിഷേധം, വെപ്രാളം? എന്നിട്ട് അതിന്റെ വിശദീകരണമുണ്ട്. ഇമാം തബറാനി തന്റെ ഔസത്തിൽ ഉദ്ധരിക്കുന്ന ഇതിന്റെ തന്നെ ഒരു വിശദീകരണമുണ്ട്. ഒരിക്കൽ കൂടി വിറളി പൂണ്ട് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ഇബ്ലീസ്. വഹീന ഫത്ഹി മക്ക, മക്ക രാജ്യം ഇസ്ലാമിന്റെ മുൻപിൽ കീഴടങ്ങി പരിശുദ്ധ ഇസ്ലാം കഅബ ഷരീഫിന്റെ നെറുകിൽ കൊടി ഉയർത്തിയ സന്ദർഭം. നിരാശയായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതരായപ്പോൾ അത് റഹ്മത്തിന്റെ ഉദയമാണ്. ഇബ്ലീസ് വിറളി കൊണ്ടു. സൂറത്തുൽ ഫാത്തിഹ അവതരിച്ചപ്പോൾ ഇബ്ലീസ് പ്രതിഷേധം മുഴക്കി. വിമോചനത്തിന്റെ മന്ത്രങ്ങളാണത്. മക്ക ഫത്ഹ് അതും ഇബ്ലീസിനെ വല്ലാതെ ചൊടിപ്പിച്ചു, വിഷമിപ്പിച്ചു. ഇമാം തബറാനി ഉദ്ധരിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഈ ഹദീസിൽ ഇങ്ങനെ വായിക്കാം: ലമ്മഫ്തതഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക റന്ന ഇബ്ലീസു റന്നതൻ. നേരത്തെ പറഞ്ഞ അതിപ്രധാനമായ 4 ഘട്ടങ്ങൾ. എന്നാൽ 5ാമത്തെ ഒരു ഘട്ടമാണ് മക്ക ഫതഹ് സംഭവിച്ചപ്പോൾ ഇബ്ലീസ് വിറളി പൂണ്ടു, അട്ടഹസിച്ചു, തന്റെ പ്രതിഷേധം ഉറക്കെ പറഞ്ഞു. സന്തതികൾ ചോദിച്ചത്രേ, ജുനൂദു ഇബ്ലീസ്, ഇബ്ലീസിന്റെ സൈന്യം ചോദിച്ചു, എന്തു പറ്റി, എന്താണിന്ന് സംഭവിച്ചത്? അതിന് മുത്തച്ഛൻ ഇബ്ലീസ് മറുപടി കൊടുത്തത്, ഈ അസു അൻ നുരീദ ബി ഉമ്മത്തി മുഹമ്മദിൻ അൻ യുശ്രികൂ ബില്ലാഹ്. മക്ക ഫതഹായതോടുകൂടി ഇനി മുസ്ലിങ്ങളെ കുറിച്ച് നമുക്ക്, ഇബ്ലീസാണ് പറയുന്നത്, ഒരു പ്രതീക്ഷയില്ല. അവര് ഇനി ഷിർക്കിലേക്ക് വഴുതിപ്പോകുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം തൗഹീദ് ജയിച്ചു, അവരുടെ ഖൽബിലും ഭൂലോകത്തും സുസ്ഥാപിതമായി കഴിഞ്ഞു. ഇനിയുള്ള ഒരു പരിഹാരമുണ്ട്. അതേ, മുസ്ലിംകൾ ഷിർക്കിലേക്ക് ഇനി മടങ്ങിപ്പോകുന്ന പ്രശ്നമില്ല. ഇബ്ലീസാണ് പറയുന്നത്. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യവചനാണ്. ഈ അസു അൻ നുരീദ ഉമ്മത മുഹമ്മദിൻ അല ശിർക്കി ബഅദ യൗമിക്കും ഹാദാ. ഇന്നത്തെ ഈ സുദിനത്തിന് ശേഷം മുഹമ്മദീയ ഉമ്മത്ത് ഷിർക്കിലേക്ക് ഇനി പോകില്ല. ഈ ഒരു തിരിച്ചറിവ് ഇബ്ലീസിന് പോലും ഉണ്ട്. പക്ഷേ പലപ്പോഴും ഹീന വുലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബിയുടെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ദിവസവും മാസവും അടുക്കുമ്പോൾ കൂക്കുവിളിയും പ്രതിഷേധവും എമ്പാടും വർദ്ധിക്കുകയാണ് ഒരു വിഭാഗത്തിൽ നിന്ന്. വിശദീകരിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ അന്ന് മക്ക ഫതഹിന്റെ ദിവസം ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വിറളി പൂണ്ട് വിലപിച്ച് മുഹമ്മദീയ ഉമ്മത്തിനെ ഇനി വഴികേടിലാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് സന്തത സഹചാരികളോട് പറയുകയാണ്. കൂട്ടത്തിൽ പറയാ, ഇനി നമുക്കൊരൊറ്റ പ്രതീക്ഷയേ ഉള്ളൂ, ഒരൊറ്റ പദ്ധതി.
ഇത് നമ്മളിപ്പോൾ പറയുന്നതല്ല. ഇമാം തബറാനി ഉദ്ധരിച്ചത് കാണാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വലാകിൻ ഇബ്ലീസിന്റെ ആസൂത്രണം പിന്നീട് വന്നത് എന്താണ്? അവൻ പറഞ്ഞിട്ടുണ്ട്, ഫബിഇസ്സതിക ലഉഗവിയന്നഹും അജ്മഈൻ, ആദം സന്തതികളിലെ സത്യവിശ്വാസികളെ മുഴുവൻ പിഴപ്പിക്കാൻ ഞാൻ പരിശ്രമിക്കും. ലഅഖുദന്ന ലഹും സിറാത്തക്കൽ മുസ്തഖീം, നിന്റെ ശരിയായ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഞാൻ കിണഞ്ഞ് ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാ പ്രതീക്ഷകളും തകരുകയാണ്. റസൂലുള്ളാഹി ഭൂജാതരായി, സൂറത്തുൽ ഫാത്തിഹ വന്നിറങ്ങി, മക്ക ഫതഹ് സംഭവിച്ചു. വലാകിൻ ഇഫ്തിനൂഹും ഫീ ദീനിഹിം, ഇബ്ലീസിന്റെ പ്രൊജക്റ്റാണ്. ഇനിയൊരു മാർഗേ ഉള്ളൂ. ഇഫ്തിനൂഹും ഫീ ദീനിഹിം, അവരുടെ ദീനിൽ കടന്നു കയറി ഫിത്നയുണ്ടാക്കുക. സ്വച്ഛന്തമായി ഐക്യത്തോടുകൂടി സത്യവിശ്വാസികൾ പുലർത്തുന്ന മര്യാദകളിൽ, പരിപാലനങ്ങളിൽ, ആചാരങ്ങളിൽ ഫിത്ന ഉണ്ടാക്കുക, നാശം ഉണ്ടാക്കുക. അതെങ്ങനെയായിരിക്കണം? വഫ്ഷൂ ഫീഹിമുൻ നൗഹ. വർത്തമാനകാല ജീവിത സാഹചര്യത്തിൽ മുസ്ലിംകൾ എന്ന് പറയുന്ന നമ്മുടെ ചില സഹോദരങ്ങൾ മൗലിദിനെതിരിൽ ശിർക്കാരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ കാണുമ്പോൾ ഇബ്ലീസിന്റെ ഈ പ്രഖ്യാപിത പദ്ധതിയുടെ പുലർച്ചയാണ് തങ്ങൾ ചെയ്യുന്നത് എന്ന് ചിന്തിക്കുന്നുണ്ടോ ആവോ? വഫ്ഷൂ ഫീഹിമുൻ നൗഹ, മുഹമ്മദിയ ഉമ്മത്തിൽ ബഹളം വെക്കുക, പ്രതിഷേധം വെക്കുക. അന്നൗഹ് എന്ന് പറഞ്ഞാൽ വിലപിക്കുക. പറഞ്ഞ് പറഞ്ഞ് ബഹളം വെച്ച് ഓരിയിട്ട് ശല്യം ചെയ്യുക. ഇനി നമുക്ക് അതേ മാർഗമുള്ളൂ എന്ന് ഇബ്ലീസ് പറയേണ്ടി വന്നു. അതാണ് ഇന്ന് നടക്കുന്നത് എന്ന് പറയുമ്പോൾ, അതെ, സത്യവിശ്വാസികൾ റമദാനാകുമ്പോൾ പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയാണ്. ദുൽഹജ്ജ് ആകുമ്പോഴോ ഒരു പ്രത്യേക സന്ദർഭമാണ്. ഓരോ സന്ദർഭവും വരുമ്പോ അതുമായി ബന്ധപ്പെട്ട പൈതൃക ബോധ്യമുള്ളവർ ചരിത്രപരമായി ആ വിഷയത്തെയൊക്കെ ഒന്ന് ഓർക്കും. എല്ലാവരും ചെയ്യുന്നതല്ലേ അത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയുടെ ദിവസവും മാസവും ഒക്കെ ബുദ്ധിപരമായി തന്നെ ആലോചിച്ചാൽ അറിയുമല്ലോ. അത് എല്ലാ മതവിഭാഗങ്ങളും ഈ ഒരു നേരായ വഴിയെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവര് ചെയ്തതുകൊണ്ട് മുസ്ലിങ്ങൾ ചെയ്യണമെന്നല്ല. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം, യേശുക്രിസ്തുവിന്റെ ജന്മസുദിനം അവർക്ക് വലുതാണ്. അതുകൊണ്ട് നമുക്ക് വന്നതല്ല. സത്യമൊക്കെ ഒരു മുഖാണ്. ഈസാ നബിയും റസൂലുള്ളാഹിയാണ്. ആ അനുയായികൾ അന്നു മുതൽ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. കാരണം ജന്മസുദിനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ചിലര് പറയും നുബുവത്തിന്റെ പ്രകാശനം നടന്ന ദിവസം, ഖുർആൻ അവതരിച്ച ദിവസം, അതൊക്കെയല്ലേ സന്തോഷ ആഘോഷ സുദിനം. അതെ, അതൊക്കെ സന്തോഷ ആഘോഷ സുദിനമാണ്. അതിന് കാരണമായതും നിദാനമായതും ഏതാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപ്പിറവിയിൽ നിന്നല്ലേ അവിടുത്തെ ലൗകിക ജീവിതം ആരംഭിക്കുന്നത്. അവിടെയല്ലേ സന്തോഷത്തിന്റെ പ്രഥമ പരിഗണന. ജന്മസുദിനത്തിന്റെ പ്രത്യേകത പരിശുദ്ധ ഖുർആൻ യൗമ വുലിദ, ഏതൊരു മഹാത്മാവിന്റെയും ജന്മസുദിനത്തിനല്ല പ്രത്യേകത, അവരുടെ സന്ദേശം വിളംബരം ചെയ്ത ദിവസത്തിനാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ ഈസാ ഇബ്നു മറിയം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നത് വസ്സലാമു അലൈഹി യൗമ വുലിദ വയൗമ യമൂതു വയൗമ യുബ്അസു ഹയ്യാ. അല്ലാഹു പറയുകയാണ്. ഇനി ഈസാ നബി തന്നെ തന്റെ കാര്യം ഏറ്റുപറയുന്നുണ്ട്. വസ്സലാമു അലയ്യ യൗമ വുലിദ്തു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. സൂറത്ത് മറിയം. ഞാൻ ജനിച്ച നാളിൽ, അല്ലാഹു പറയുന്നു, ഈസാ ഭൂജാതരായ സുദിനത്തിൽ, വയൗമ യമൂതു, അദ്ദേഹം ദേഹവിയോഗം ഭൗതികമായി അദ്ദേഹം മരിക്കുന്ന ദിവസം എന്നായാലും, വയൗമ യുബ്അസു ഹയ്യാ, അദ്ദേഹം പുനരുത്ഥാന നാളിൽ പുനർജീവിക്കുന്ന സുദിനം. ഈ മൂന്ന് സുദിനത്തിനും അതിൻ്റെതായ പ്രത്യേകത ഉള്ളതുകൊണ്ടല്ലേ ഖുർആൻ അത് എടുത്തു പറഞ്ഞത്. ജന്മസുദിനത്തിന് പ്രത്യേകത ഇല്ലെങ്കിൽ പിന്നെ വസ്സലാമു അലൈഹി യൗമ വുലിദ, അദ്ദേഹം ജനിച്ച നാൾ, പ്രത്യേകതയുണ്ട്. ഖുർആനാണ്.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് പറഞ്ഞിട്ടുണ്ട്, ആഘോഷിച്ചിട്ടുണ്ട്. എല്ലാ തിങ്കളാഴ്ചയും ആഘോഷമാണ്, അള്ളാഹുവിനോടുള്ള നന്ദി സ്മരണയുടെ വ്രതാനുഷ്ഠാനം. തിങ്കളാഴ്ച തെരഞ്ഞെടുത്തത് എന്തേ എന്ന് ചോദിച്ചപ്പോൾ ദാക യൗമുൻ ഫീഹി വുലിത്തു, ഞാൻ ജന്മം കൊണ്ട സുദിനമാണത്. സഹീഹ് മുസ്ലിം. എന്റെ തിരുപ്പിറവി നാളാണ് തിങ്കളാഴ്ച. എല്ലാ ആഴ്ചയിലും ഒരു നാൾ തിരുനബിയുടെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി വിശ്വാസികൾ നോമ്പെടുക്കുന്നു. അതിന് കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെളിപ്പെടുത്തിയത് വുലിത്തു ഫീഹി, ഞാൻ അന്നാണ് ജനിച്ചത്. അപ്പൊ ജന്മനാളിന് തന്നെ ഉത്കൃഷ്ടരായ മഹാന്മാരുടെ ജന്മസുദിനം, അതിനനുസരിച്ച് മഹത്വം ഉണ്ടായിരിക്കും. വ്യക്തിയുടെ മഹത്വത്തിനനുസരിച്ച് അവരുമായി ബന്ധപ്പെട്ട എല്ലാ നാളുകൾക്കും പ്രത്യേകതയും ബഹുമതിയും ഉണ്ടായിരിക്കും. സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ വെച്ച് അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കി സഹാബിമാരിലെ വന്യവയോധികനായ മഹാന്മാവൻ സയ്യിദുന അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, തിരുനബിക്ക് വല്ലാത്ത ആദരവായിരുന്നു മഹാനോട്. തിരുനബിയോട് സമ്മതം ചോദിച്ചു, ഞാൻ അങ്ങയെ ഒന്ന് പ്രശംസിക്കാൻ ഉദ്ദേശിക്കുന്നു, അതല്ലേ ആഘോഷം. ഇത് ഇമാം ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുണ്ട്, നൂറുകണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. ഇബ്നു തീമിയയുടെ പ്രമുഖ ശിഷ്യനായ അൽ ഇമാമു ഇബ്നുൽ ഖയ്യിം, അദ്ദേഹത്തിന് സാദുൽ മആദ് എല്ലാവരും പ്രാമാണികമായി അംഗീകരിക്കുന്ന പ്രവാചക ചരിത്ര ഗ്രന്ഥാണ്. സാദുൽ മആദിൽ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു തിരുനബിയോട് പറഞ്ഞു, അഫലാ അംതദിഹുക യാ റസൂലല്ലാഹ്. ഒരു സന്തോഷത്തിന്റെ പൊലിവാർന്ന സന്ദർഭമായിരുന്നു അത്. ഞാൻ അങ്ങയെ ഒന്ന് പ്രകീർത്തിച്ച് പാട്ടുപാടാൻ ഉദ്ദേശിക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം കൊടുത്തു. ആസ്വാദനപൂർവ്വം അത് കേട്ടു. ആ പാട്ട് ആധ്യാത്മികമായി തിരുനബിയുടെ പൂർവകാലത്തെ പ്രകാശിപ്പിക്കുന്നുണ്ട്. മുഹമ്മദായി ഭൂതലത്തിൽ ഭൂജാതരാകുന്നതിന് മുൻപുണ്ടായിരുന്ന തിരുനബിയുടെ പൂർവാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു വരി ഇങ്ങനെയാണ്, റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. ജന്മസുദിനത്തിന് പ്രത്യേകതയില്ലെന്ന് പറയുന്നവര് ഇത് ഇബ്നുൽ ഖയ്യിം തന്റെ സാദുൽ മആദിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. വഅൻത ലമ്മാ വുലിത്ത അശ്റഖത്തിൽ അർളു വവാഅത് ബിനൂരിക്കൽ ഉഫുഖു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഇത് തന്നെയാണ് ആഘോഷം. മൗലിദിന്റെ ആഘോഷത്തിന്റെ നിർവചനവും അതിന്റെ സ്വഭാവ രീതിയും പഠിച്ചാൽ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. അന്ന് മദീന പള്ളിയിലെ മിമ്പറിൽ വെച്ച് പ്രകീർത്തന പാട്ട് പാടിയപ്പോൾ സ്പീക്കറും മൈക്കും ഉണ്ടായിരുന്നില്ല. വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെമ്പാടും. അന്ന് കത്തിച്ച വിളക്കുകളല്ല ഇന്ന് തോരണങ്ങളും ഇലക്ട്രിക് ബൾബുകളും പ്രകാശിക്കും. കാലത്തിനനുസരിച്ച നിർവഹണത്തിലുള്ള മാറ്റങ്ങളെ അംഗീകരിക്കാത്തവർ കോളേജും യൂണിവേഴ്സിറ്റിയും സിലബസും പഠനവും മുസഹഫും മിമ്പറിന്റെ പീഠങ്ങളും മിനാരങ്ങളും ഇതൊക്കെ കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് വന്ന പരിഷ്കരണങ്ങളാണ്. അത് മൗലിദിലും വന്നിട്ടുണ്ട്, വന്നേ പറ്റൂ, ഇനിയും വരും. എല്ലാ കാര്യങ്ങളും പ്രമാണങ്ങളുടെ മുമ്പിൽ അനുവദിച്ച രീതി ആയാൽ മതി. എങ്കിൽ സയ്യിദുന അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരുനബിയോട് പറയുകയാണ്, മദഹ് ചെയ്യട്ടെ ഞാൻ എന്ന് സമ്മതം ചോദിച്ച ശേഷം വഅൻത ലമ്മാ വുലിത്ത അശ്റഖത്തിൽ അർളു വളാഅത് ബിനൂരിക്കൽ ഉഫുഖു. പ്രവാചക പ്രഭോ, അങ്ങ് ഈ ഭൂമിയിൽ ജാതരായപ്പോഴ് ഭൂമി ആകമാനം പുളകിതമായി, പ്രസന്ന പ്രശോഭിതമായി, ചക്രവാളങ്ങൾ ഒന്നടങ്കം അവിടുത്തെ നൂറുകൊണ്ട് അവിടുത്തെ ഒളിവുകൊണ്ട് മിന്നിത്തിളങ്ങി. സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. റസൂലുള്ളാഹിയുടെ സദസ്സിൽ അബ്ബാസിനെ പോലെ, ഹസാൻ ഇബ്നു സാബിത്തിനെ പോലെ, അബ്ദുല്ലാഹി ഇബ്നു റവാഹയെ പോലെ, കഅബ് ഇബ്നു സുഹൈറിനെ പോലെ റളിയല്ലാഹു അൻഹും
അതിന്റെ തുടർച്ചയാണ് ഇന്ന് നടക്കുന്ന മൗലിദും പ്രകീർത്തന പാട്ടുകളും എല്ലാം അങ്ങനെയാണ്. കാലത്തിന്റെ മാറ്റങ്ങൾക്കനുസരിച്ച് പരിഷ്കൃതമായ രീതിയും ശൈലിയും വന്നിട്ടുണ്ട്. അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു തിരുനബിയെ പ്രകീർത്തിച്ച് ഇവിടെ നമ്മുടെ ഇപ്പോഴത്തെ തെളിവെന്താണ്? വഅൻത ലമ്മാ വുലിത്ത, അങ്ങ് ഈ ഭൂമിയിൽ ജനിച്ചപ്പോഴും. അതെ, ബുദ്ധിയുള്ളവർക്കൊന്നും അവിടെ തർക്കമില്ല, മറുപടി പറയേണ്ട കാര്യമില്ല. ഏതൊരാളുടെയും മഹത്വത്തിന്റെ തുടക്കം അവരുടെ ജന്മം തന്നെയാണ്. ആ ജന്മം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള ആധ്യാത്മിക ഗുരുഭൂതന്മാരാകുമ്പോൾ അവരുടെ തുടക്കം അതിനും മുമ്പുണ്ടായിരിക്കും. അതിനൊക്കെ പ്രത്യേകതയുമുണ്ട്. ഇനി നമുക്ക് പറയാം, ദർശനപരമായ ഒരാലോചനയാണ് പരിശുദ്ധ ഖുർആൻ പറയുന്ന സത്യം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായ നിമിഷത്തിൽ പ്രതിഷേധിച്ചു, ബഹളം വെച്ചു, റന്ന അട്ടഹസിച്ചു എന്ന് തിരുനബി പഠിപ്പിച്ച ഈ ഒരു ചരിത്ര അറിവിന്റെ വെളിച്ചത്തിൽ ഇത് പരിശുദ്ധ ഖുർആനിൽ സൂചനയുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായ സന്ദർഭത്തിൽ ഇബ്ലീസ് പോലും വെപ്രാളപ്പെടാൻ മാത്രം ഉണ്ടായത് എന്ത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ചിന്താപൂർവം മനനം ചെയ്യണമെന്ന് മാത്രം. സൂറത്തുൽ ജിന്നില് അല്ലാഹു തആല പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്ന്. ജിന്നുകളിൽപ്പെട്ട ഒരു വിഭാഗവുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പർക്കപ്പെട്ട് സംഭാഷണം നടത്തിയതിന്റെ ആവിഷ്കാരം അല്ലാഹു ഖുർആനിൽ പറയുന്നു. അന്ന് തിരുനബിയുടെ കാലത്ത് ജിന്നുകൾ പറയുകയാണ് അവരുടെ അവസ്ഥ. ഖുർആനാണ് ഉദ്ധരിക്കുന്നത്. ഇത് മാത്രം ഒന്ന് വായിക്കുക. അതെ, അള്ളാഹുവിന്റെ തിരുദൂതരായ അന്ത്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിനു മുൻപ് തന്നെ അവിടുത്തെ ധർമ്മം, ഇസ്ലാമിക പ്രസ്ഥാനം ലോകത്താകമാനം പടർന്ന് വ്യാപിക്കുവാൻ ആവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങളും അനുകൂലമായ സാഹചര്യ സംവിധാനങ്ങളും ചെയ്തത് സർവശക്തനായ അള്ളാഹുവാണ്. 1 2 10 നമ്പറിട്ട് പഠിച്ചാൽ തിരുനബിയുടെ ആഗമനത്തിനു മുമ്പ് തന്നെ പ്രകൃതിയിൽ മാറ്റങ്ങൾ, ലൗകികമായ വ്യധ്യായാനങ്ങൾ, അന്തരീക്ഷത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ, മനുഷ്യ മനസ്സുകളിലുണ്ടായ പ്രകാശനങ്ങൾ, പ്രകമ്പനങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഈ ഒരൊറ്റ കാര്യം പറയാം. ഇബ്ലീസ് പോലും വെപ്രാളപ്പെട്ടുപോയി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതരായപ്പഴി എന്ന തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഖുർആൻ വായിക്കുക. ജിന്നുകൾ അവരുടെ അനുഭവം പറയുന്നുണ്ട്. അത് ഖുർആനിന്റെ ആഴത്തിലുള്ള പഠനത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കണം. പരിശുദ്ധ റബീഉൽ അവ്വൽ തിരുനബി ഭൂജാതരായ 12ന്റെ ആ പരിശുദ്ധ സുദിനം, നിമിഷം, അത് വല്ലാത്ത മുഹൂർത്താണ്. ജിന്നുകൾ പറയുകയാണ് വഅന്നാ ലമസ്ന السماء فوجدناها ملئت حرسا شديدا وشهبا. ഇതൊന്നും അങ്ങനെ ഓടിപ്പോയാൽ കേവല വായന പോരാ, അവധാനപൂർവം ഭാഷാപരമായി പഠിക്കണം, ചരിത്രപരമായി പശ്ചാത്തലമറിയണം. ജിന്നുകൾ പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുകയാണ്, ഞങ്ങള് ആകാശലോകങ്ങളുമായൊക്കെ പല വിധത്തിലും ബന്ധം പുലർത്തിയവരായിരുന്നു. വഅന്നാ കുന്നാ നഖ്ഉദു, ഞങ്ങൾ ആകാശ വാർത്തകൾ കേൾക്കാൻ, ഒറ്റുവാൻ ചെന്നിരിക്കുമായിരുന്നു. 7 ആകാശങ്ങളിലും പോകാനുള്ള സംവിധാനം ഉണ്ടായിരുന്നു ജിന്നുകൾക്ക്. അതെ, ജിന്നുകൾ എന്ന വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നത് അങ്ങനെയാണ്. അവർക്ക് പ്രത്യേകമായ പ്രവേശമുണ്ട്. അവർക്ക് നാം കാണാതെ വരാനും പോകാനും കഴിയും. ജിന്നുകളുമായി ബന്ധപ്പെട്ട ഖുർആനിലെ ചർച്ചകൾ നിരവധിയാണ്. എന്നാൽ ഞങ്ങളുടെ ഒരവസ്ഥ ജിന്നുകൾ പറയുകയാണ്, ഖുർആൻ ഉദ്ധരിക്കുകയാണ്, വഅന്നാ ലമസ്ന സമ, ഇപ്പോൾ ഞങ്ങളുടെ അവസ്ഥ എന്താണെന്നറിയോ? ആകാശത്തെ സ്പർശിക്കാൻ കഴിയുന്നില്ല, അങ്ങോട്ട് ഉയരാനോ കയറാനോ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഫവജദ്നാഹാ മുലിഅത് ഹറസൻ ശദീദൻ വശുഹബാ, സെക്യൂരിറ്റിയാണ്. ഞങ്ങൾക്കെതിരിൽ പ്രകാശകിരണങ്ങൾ
ആക്രമണത്തിന് വരുന്നു. നിറഞ്ഞു കിടക്കുകയാണ് അവിടെ സെക്യൂരിറ്റി. ഞങ്ങൾക്ക് അങ്ങോട്ട് കടക്കാൻ, എത്തി നോക്കാൻ, അവിടെയുള്ള വാർത്തകളെ ഒറ്റിയെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അവിടുത്തെ നിയോഗത്തോടുകൂടി ഉണ്ടായ മാറ്റമാണത് പ്രകൃതിയിൽ. അതിന്റെ ശരിയായ തുടക്കം സയ്യിദന ഈസ അലൈഹിസ്സലാമിന്റെ തിരുപ്പിറവിയോടുകൂടി തന്നെ ആകാശ നിയന്ത്രണം പ്രത്യേകമായ രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതരായതോടുകൂടി വീണ്ടും ആകാശലോകം സംരക്ഷിക്കപ്പെടുകയാണ്. ജിന്നുകളുടെ കടന്നുകയറ്റമില്ല. ഫവജദ്നാഹ മുലിഅത് ഹറസൻ ശദീദൻ വശുഹബ വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ. ആകാശലോകത്ത് മലായിക്കത്തുകളുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകളും മറ്റും കേൾക്കാനും ഒറ്റിയെടുക്കാനും അവരുമായി ബന്ധപ്പെട്ടവർക്ക് പതുക്കെ എത്തിച്ചു കൊടുക്കാനും ഞങ്ങൾ ഇരിക്കാറുണ്ടായിരുന്നു അവിടെ. ഖുർആനാണ് പറയുന്നത്, വഅന്നാ കുന്നാ നഖഉദു മിൻഹാ മഖാഇദ ലിസ്സംഇ. ഞങ്ങൾക്ക് കേൾക്കാനുള്ള ഇരിപ്പിടങ്ങൾ, അങ്ങനെ ഞങ്ങൾ പലതും കേൾക്കും. അത് ഖുർആനാണ്. സഹീഹുൽ ബുഖാരിയിൽ അതിന്റെ വിശദീകരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി വചനങ്ങളുണ്ട്. എന്ന് മുതൽക്കാണ് ബ്ലോക്ക് വന്നത്? തിരുജന്മദിന സന്ദർഭം, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭൂജാതരായ ആ നിമിഷം പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങൾ, ലൗകിക പ്രപഞ്ചത്തിൽ വരുന്ന സംവിധാനങ്ങൾ. ഇബ്ലീസ് അന്ന് ബേജാറായി. തിരുനബി ജനിച്ച ദിവസം വെപ്രാളം കൊണ്ടു. എന്താ കാരണം? ഖുർആൻ പറയുന്നു, ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബൻ റസദാ. ഇപ്പോൾ ആ ഒരു വർത്തമാന കാല മുഹൂർത്തമുണ്ട്. ഫമൻ യസ്തമിഇൽ ആന, ഇപ്പോഴത് നടക്കില്ല. യജിദ് ലഹു ശിഹാബൻ റസദാ. അതെപ്പോഴാണ് നടന്നത്? ഘട്ടം ഘട്ടങ്ങളിലായി നടന്നു എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. തഫ്സീർ ഗ്രന്ഥങ്ങളിൽ നിന്നെല്ലാം വിശദമായി പഠിച്ചെടുക്കാം. അതിൽ ഒരു ഘട്ടം ഫമൻ യസ്തമിഇൽ ആന യജിദ് ലഹു ശിഹാബൻ റസദാ. ഇപ്പോഴെങ്ങാനും ആകാശ വാർത്തകളെ കട്ടെടുക്കാൻ, ഒറ്റിയെടുക്കാൻ ഞങ്ങൾ അവിടെ ചെന്നിരുന്നാൽ ശിഹാബൻ റസദാ, തീക്കൊള്ളി കൊണ്ടുള്ള ഏറ് ലഭിക്കും. ഞങ്ങൾക്ക് അടുക്കാൻ പോലും പറ്റില്ല. അവിടെയെല്ലാം സംരക്ഷിക്കപ്പെട്ടു. അതെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തോടുകൂടി ഒരു പ്രത്യേകമായ അവസ്ഥ ഭൗമിക തലവും ആകാശരംഗവും തമ്മിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു രീതിയെക്കുറിച്ച് തിരുനബിയുടെ വിവരണം ഇങ്ങനെയാണ്. സൂറത്തു സ്വാഫാത്തിൽ വേറെ പറയുന്നുണ്ട്, വഹിഫ്വൻ മിൻ കുല്ലി ശൈത്താനിൻ മാരിദ് ലാ യസ്മഊന ഇലൽ മലഇൽ അഅല വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്. ഇപ്പോഴെങ്ങാനും അങ്ങോട്ട് കയറിയാൽ ആകാശലോകത്തെ കൊള്ളയടിക്കാൻ, വാർത്തകളെ നിരീക്ഷിച്ച് കട്ടെടുക്കാൻ പോയാൽ അനങ്ങാൻ സാധിക്കില്ല. വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്, എല്ലാ ഭാഗവും ക്ലോസ് ആണ്, ഞങ്ങൾക്കൊന്നും അവിടെ ഇനി ചെയ്യാൻ കഴിയില്ല എന്ന് ജിന്നുകൾ പറയുന്നത് സൂറത്തു സ്വാഫാത്തിൽ ഖുർആനിലുണ്ട്. ഇതിന്റെ ശരിയായ ഒരു രീതി പല ഘട്ടങ്ങളിലാണ്. തിരുനബിയുടെ നിയോഗമാണ് മൊത്തം. എന്നാൽ അവിടുത്തെ തിരുജന്മ സുദിന സന്ദർഭത്തിലും ഇതിന്റെ ഒരു വലിയ ഭാഗം സെക്യൂർഡാണ്. ജിന്നുകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്ന ഒരു വല്ലാത്ത സന്ദർഭമാണ്. ചരിത്രത്തിലെ വിശ്വവിഖ്യാതനായ സുബൈർ ഒരു ബക്കാറിനെ ഉദ്ധരിച്ച് അൽ ഹാഫിദ് ഇബ്നു അസാക്കിർ ഉദ്ധരിക്കുന്നു. എങ്ങനെയാണ്, എപ്പോഴാണ് ജിന്നുകൾ ഈ പറഞ്ഞ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഈ സന്ദർഭം എപ്പോഴാണ് ഉണ്ടായത്? കാന ഇബ്ലീസു യഖ്തരിഖു സമാവാതി സബഅ. ഇബ്ലീസിന്, ജിന്നുകൾക്ക് 7 ആകാശങ്ങളെയും കീഴടക്കാൻ കഴിയുമായിരുന്നു. അതെ, സ്വർഗത്തിലാണല്ലോ ഇബ്ലീസിന്റെ ഉദയം, ബഹിഷ്കൃതനായി വന്നതല്ലേ. അപ്പോഴും അവർക്ക് 7 ആകാശങ്ങളിൽ ബന്ധമുണ്ടായിരുന്നു, കേൾക്കാനും പോകാനും വരാനും വാർത്തകളെ ഒറ്റിയെടുക്കാനും. അതാണ് ഖുർആൻ പറഞ്ഞത്. ഖുർആനിലുള്ളതായത് 7 ആകാശ ലോകങ്ങളിലും അവർക്ക് ഒറ്റിയെടുക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഫലമ്മ ഉലിദ ഈസ അലൈഹിസ്സലാം,
തിരുനബിയുടെ കാലഘട്ടത്തോട് അടുത്തപ്പോഴ് അല്ലാഹു തആല സംവിധാനങ്ങളെ മാറ്റുകയാണ്. സംരക്ഷണമാണ് വഹീന്. ഈസാ അലൈഹിസ്സലാം ജനിച്ചപ്പോഴ് ഹുജിബ മിൻ സലാസി സമാവാത്ത്, 3 ആകാശങ്ങൾ ഇനി പറ്റില്ല, അങ്ങോട്ട് പോകാൻ പറ്റില്ല. 4 ആകാശങ്ങൾ വരെ പോകാം, അവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റില്ല. 3 ആകാശങ്ങൾ വിലക്കപ്പെട്ടു. എന്നാൽ ഫലമ്മാ വുലിദൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുജിബ മിനസ് സബഅ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതരായ ആ നിമിഷം തൊട്ട് 7 ആകാശ ലോകങ്ങളിലേക്കും ഇബ്ലീസിന്, ജിന്നുകൾക്ക് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. വയുഖ്ദഫൂന മിൻ കുല്ലി ജാനിബ്, ഘട്ടം ഘട്ടങ്ങളായാണ് ഇത് നടന്നത്. മബ്അസിന്റെ സമയത്ത് ഖുർആനികമായ നിയോഗം വന്നപ്പോൾ പൂർണ്ണമായി ഇനി ഈ ഒരു ഭാഗത്തേക്ക് ഇരുട്ടിന്റെ ശക്തിക്ക് പ്രവേശനമില്ല. ലോകം മുഴുവൻ പ്രകാശത്തിലേക്ക് നയിക്കപ്പെട്ടു. ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമുഹൂർത്തത്തിൽ എന്ന് പ്രത്യേകമായി പറയുന്ന ചരിത്രത്തിലെ പ്രമുഖന്മാരുടെ വ്യാഖ്യാനങ്ങൾ അവഗണിക്കാൻ പറ്റില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂജാതരായ ആ നിമിഷത്തിലുണ്ടായ പ്രകൃതിയിലുള്ള ആ മാറ്റം ഇബ്ലീസിനെതിരിൽ അള്ളാഹു സ്വീകരിച്ച സംരക്ഷണ കവചം, അത് മനസ്സിലാക്കി തന്നെയാണ് ഇബ്ലീസിന്റെ പ്രധാനപ്പെട്ട വെപ്രാളങ്ങൾ പ്രകടിപ്പിച്ചതിന്റെ ഒന്ന് ഹീന വുലിദ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ആവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്, പരസ്യമായ ആവർത്തനങ്ങൾ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹും പ്രകീർത്തനങ്ങളും ചരിത്ര സന്ദേശങ്ങളും സമകാലീന ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ആസ്വദിച്ച്, ഇത് വിശ്വാസികളുടെ സ്വഭാവമാണ്. അവർക്ക് ആ സുഗന്ധത്തിന്റെ ആ പരിമളം ചരിത്രപരമായി റബീഉൽ അവ്വൽ അടുക്കുമ്പോൾ അധികരിക്കും. ഇത് മനഃശാസ്ത്രപരമായി എല്ലാവർക്കും അറിയാം. അവരവർക്ക് നന്മയുടെ സന്തോഷത്തിന്റെ ഒരനുഭവം ഉണ്ടായാൽ ആ സ്ഥലത്ത് എത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ദിവസം വരുമ്പോൾ, ആ ദിശയിലേക്ക് നോക്കുമ്പോൾ പ്രത്യേകമായ സന്തോഷം അയവിറക്കപ്പെടും. അത് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഉലിദൽ ഹുദ ഫൽ കായിനാതു ളിയാഉ വഫമുസ് സമാനി തബസ്സുമുൻ വസനാഉ വറൂഹു വൽ മലഉൽ മലായികു ഹൗലഹു ലിദ്ദീനി വദ്ദുനിയാ ബിഹി ബുശറാഉ സല്ലല്ലാഹു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്.